വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജ്ജിയും പഴംപൊരിയും ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് തുടങ്ങാം. പഴംപൊരി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. കടലമാവ് കലക്കി വെച്ചിട്ടുണ്ട്. ഒരു പഴം നീളന് കീറിയ കഷ്ണമാണിത്. ഇനി നമുക്ക് ഉണ്ടാക്കണ വീഡിയോയ്ക്ക് കിടക്കാം. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടായിട്ട് എണ്ണ ഒഴിക്കണം. ചട്ടി ചൂടായി ഇനി എണ്ണ ഒഴിക്കുക. പഴം മുങ്ങിക്കിടക്കണ അത്ര എണ്ണ വേണം. ഇനി എണ്ണ ചൂടായിട്ട് കടലമാവിൽ മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് പഴം മാവിലിടുകയാണ്. ഇനി എണ്ണ ചൂടായിട്ട് നമുക്ക് ഈ പഴം ഓരോന്നോരോന്നായി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാവണേ ഉള്ളൂ, എണ്ണ ചൂടായിട്ടില്ല. എണ്ണ ചൂടായിട്ട് വേണം നമ്മൾ ഈ പഴയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എണ്ണ ചൂടാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടാവുന്നുണ്ട്, ചെറിയ ചെറിയ കുമ്മളകൾ വരുന്നത് കാണാം നമുക്ക്. ആ എണ്ണ ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് പഴം കടലമാവിൽ മുക്കിയത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടാവണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോഴിമുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൊണ്ട് കളയണം, എന്നിട്ട് വേണം കോഴിമുട്ട എണ്ണയിലേക്ക് ഇടാൻ. ഇപ്പം നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം ഓരോന്നായി നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ്. മെല്ലെ ഇടണേ, അല്ലെങ്കിൽ കൈ പൊള്ളും. കയ്യിലേക്ക് എണ്ണ തെറിക്കും. നമ്മൾ മെല്ലെ ഇട്ട് കൊടുക്കണം. നമ്മൾ എണ്ണയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, കയ്യിലേക്ക് തെറിക്കും. അപ്പോൾ പഴം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടുണ്ട്. ഇനി അത് പഴം എണ്ണയിൽ കടന്നിട്ട് ഒന്ന് വേവട്ടെ. എണ്ണ ഒന്ന് ഇതായിട്ട് എണ്ണയിൽ കടന്ന് അതിൻ്റെ കളറൊന്ന് മാറി വരണം. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പഴം എണ്ണയിൽ കടന്ന് ഇതായോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒന്നാവട്ടെ. ഒരു സൈഡായ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പുറത്ത് കോഴിമുട്ട തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ടയാണ്. ഇനി നമുക്ക് ഇത് ആയതിന് ശേഷം നമുക്ക് മുട്ട ബജ്ജി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് അത് പോന്ന് തുടങ്ങി കണ്ടോ, ഒരു കളർ മാറി വരുന്നുണ്ടോ. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. മെല്ലെ ഇട്ട് കൊടുക്കണം. കൈ പൊള്ളും. എണ്ണ കയ്യിലേക്ക് തെറിക്കാൻ പാടില്ല. ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിതിനെ തിരിച്ചിട്ട് കൊടുത്തു. ഒരു ഗോൾഡൻ കളർ വരുന്നുണ്ടോ. ഇനി അത് ആവട്ടെ, നല്ലവണ്ണം വേവട്ടെ. അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് വെന്ത് വരട്ടെ, അത് വെയിറ്റ് ചെയ്യാം. ഇതാവണേ ഉള്ളൂ. ഇനി നമുക്ക് ചായയും ഇത് പഴംപൊരി ഇതൊക്കെ ആയിട്ട് ചായ വെച്ചിട്ട് വേണം ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മെല്ലെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണ ഇല്ലാതെ ഫുൾ എണ്ണ കളഞ്ഞിട്ട് വേണം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ. അപ്പോൾ അത് എണ്ണ ഇതായിട്ട് പിന്നെ നമുക്കൊരു പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും വീട്ടിലത് ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത പഴം ഇതേപോലെ മാവിൽ മുക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നോക്കിയാൽ അറിയാം, പഴം ഞാൻ ഒരു പഴത്തിനെ രണ്ടാക്കിയിട്ടാണ് കീറിയിരിക്കുന്നത്. വലിയ പഴമല്ല, ചെറിയ പഴമാണ്. നേന്ത്രപ്പഴം ചെറുതായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മൂന്നാക്കിയിട്ട് കീറാം കേട്ടോ. അപ്പോൾ ഇനി ഇതാവട്ടെ. ഈ സൈഡിൽ ചായ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചായക്ക് പാല് വെച്ചിരിക്കുകയാണ്. പാല് വെള്ളം കൂടിയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് ചായ വേണു, ഇപ്പുറത്ത് പഴം താവണു. പഴംപൊരിക്കുള്ള പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിപ്പുറത്തും ആവുന്നുണ്ട്, അത് അപ്പുറത്ത് ചായയുണ്ട്. അത് നമ്മൾ പഴം കോരാണ്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്.
അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ട എടുത്ത് മാവിൽ മുക്കി നമുക്ക് ഞാനൊരു മുട്ട എടുത്തിരിക്കണം കേട്ടോ. കീറിയിട്ട് വേണമെങ്കിൽ കീറിയിട്ടിടാം. ഞാൻ അങ്ങനെ എടുത്തിരിക്കണത്, കീറിയില്ല. ഇനി നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മാവിൽ തിരിച്ച് മറിച്ചിട്ട് മുക്കിയിട്ട് നമുക്കത് മെല്ലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കയ്യിലാവരുത്, കയ്യിലേക്ക് തെറിക്കാതെ വേണം ചെയ്യാൻ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അത് എണ്ണയിൽ കിടക്കട്ടെ. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അത് എണ്ണയിൽ കിടന്ന് വേവട്ടെ. അപ്പോൾ നമ്മളിതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ട ബജ്ജി, പഴംപൊരി, ബാക്കി കുറച്ച് മാവുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഉള്ളി മുറിച്ചിട്ടിട്ട് അങ്ങനെ അതിൽ മുക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ബജ്ജിയായി. പിന്നെ ചായ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലുണ്ടാക്കി നോക്കുക. നന്നായിട്ടുണ്ടാവും. ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.